ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പുട്ടാണ്. വാഴയില പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പഴമൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ മട്ടരി കഴുകിയിട്ട് നനച്ച് പൊടിച്ചെടുത്തതാണ്, അത് വറുത്തെടുത്തതാണ്. എന്നിട്ടും നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പൊടിയെടുക്കുക. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് പൊടി എടുത്തിട്ടുള്ളത്. അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ, ബാക്കി വെള്ളമൊക്കെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ഇത് നല്ലോണം ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് അതിൽ പിടിച്ച് കിട്ടും. മട്ടരി ആയതുകൊണ്ട് തന്നെ വെള്ളം നല്ലോണം കുടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊരു 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല പോലെ പൊടിയായിട്ട് പൊടി തന്നെ ആയിട്ട് പൊടി കിട്ടും. പിന്നെ ഇനി ഇതിൽ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഒന്നും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ പുട്ടുപൊടി നല്ലപോലെ ഒന്ന് ഉലർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ആയി കിട്ടണം. അതുവരെ ഒന്ന് വെള്ളം നനച്ച് പൊടി റെഡിയാക്കി എടുക്കുക. ഇതിലേക്ക് ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. അപ്പോൾ ഇതുപോലെ പഴം ഞാൻ എല്ലാതും നുറുക്കിയെടുത്തിട്ടുണ്ട്. 2 പഴം ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി വാഴയില ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ 2 വാഴയില എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വാട്ടിയെടുക്കാത്ത വാഴയിലയാണ്. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഈർക്കളി വെച്ചിട്ടാണ് ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. പുട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ആ വാഴയിലേൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ പുട്ടിന് വരുമ്പോൾ ഒന്നും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ 3 എണ്ണം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് പുട്ട് നിറയ്ക്കുന്നത്. ഇനി ഓരോന്നിലേക്കും പുട്ട് നിറച്ച് കൊടുക്കാം. ഇനി നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ഇട്ടിട്ട് പൊടി ഇടുക, പിന്നെ അതിൻ്റെ ഇടയിലൊന്ന് പഴം വെച്ച് കൊടുക്കുക, പിന്നെ തേങ്ങ ഇടുക. അങ്ങനെയാണ് ഇത് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്, പിന്നെ പുട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം കൈ കൊണ്ട് ഇട്ട് കൊടുത്തിരുന്നത്, അപ്പോൾ പൊടി പോവുമായിരുന്നു. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഈ പൊടി വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു പുട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കയറി കാണുക. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് പഴം നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നുറുക്കി വെച്ച പഴം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തേങ്ങ ഇട്ടിട്ട് പിന്നെ പൊടി ഇട്ട് തേങ്ങ ഇടുക, അത്രേ ഉള്ളൂ. ഇനി ബാക്കി എല്ലാത്തിലും ഇതേപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ 3 എണ്ണത്തിലും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലാണ് ഇത് ഉണ്ടാക്കുന്നത്, ഓട്ടത്തട്ട് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വാഴയില കൊണ്ട് തന്നെ അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴയില പുട്ട് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. അപ്പോൾ ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കഴിക്കാവുന്നതാണ്. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ രുചിയാണിതിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്